അമ്മ, ആദർശേട്ടൻ പോവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എന്നോട് പോവാനുള്ള സാഹചര്യം എല്ലാം പറഞ്ഞു. എന്നാലും ആദർശേട്ടൻ വീട് വിട്ട് പോകുമ്പോ ഞാനും കൂടെ പോകേണ്ടതല്ലേ അമ്മ? അവൻ തിരക്കിലേക്കല്ലേ മോളെ പോകുന്നത്. അപ്പം മോളുടെ കാര്യങ്ങൾ ആര് നോക്കും? അല്ലെങ്കിൽ പിന്നെ ഞാനും കൂടി വന്ന് നിൽക്കണം നിങ്ങൾക്കൊപ്പം. അത് വേണ്ടെന്ന് ആദർശേട്ടൻ പറയുന്ന. അവനെ എല്ലാവരും പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും അവൻ ആരും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ മോളെ. കേൾക്കില്ല. കാരണം മുത്തശ്ശൻ പറഞ്ഞതൊക്കെ ആദർശന്റെ നെഞ്ചില് തറച്ചിരിക്കോ. ഇനിയിപ്പോ മുത്തശ്ശൻ പറയണം, ആജ്ഞാപിക്കണം ആദർശനോട് ഇവിടെ നിൽക്കാൻ. അങ്ങനെ പറഞ്ഞാലും അത് ചെവിയുള്ളൂന്ന് എനിക്ക് അറിയില്ല അമ്മ. അച്ഛനൊന്നും പറയുന്നില്ലല്ലോ. പറയുന്നില്ല. മുത്തശ്ശി അതിനു വേണ്ടിയിട്ട് മുത്തശ്ശനോട് കെഞ്ചിയതാ, എന്നിട്ടും കേൾക്കുന്നില്ല. ഞാനൊന്ന് അച്ഛനോട് സംസാരിച്ചു നോക്കാം മോളെ. ഇനി അവസാന നിമിഷത്തിലെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലും മോൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു നോക്കാം. നമ്മുടെ ആദ്യത്തെ കൊച്ചുമോൻ ആദർശ് കുഞ്ഞ് ജനിച്ച ശേഷം എവിടെയെങ്കിലും യാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാൻ തിടുക്കുമായിരുന്നു. കൊച്ചുമോന്റെ മുഖം കാണാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ആദ്യ പരിഗണന അവനാ കൊടുത്തിരുന്നത്. എന്നിട്ടിപ്പോ അവൻ പടിയിറങ്ങി പോകാൻ തുടങ്ങുന്ന നേരത്ത് ചെറിയൊരു വേദന പോലും ഇല്ലല്ലോ അദ്ദേഹത്തിന്. വസുന്ധര ഇങ്ങനെ ഏത് നേരം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഇനി അയാളുടെ പിന്നാലെ പടിയിറങ്ങി പോകുന്നത് ഞാനായിരിക്കും. അച്ഛനൊന്ന് തറപ്പിച്ച് പോകരുതെന്ന് പറഞ്ഞ അവൻ തീരുമാനം മാറ്റിവെച്ചാ. അവനോട് പോകാൻ ഞാൻ പറഞ്ഞു, അത് അവനെടുത്ത തീരുമാനമല്ലേ. അച്ഛൻ ഇപ്പോഴത്തെ നൈനമോളുടെ അവസ്ഥ അച്ഛനൊന്ന് മനസ്സിലാക്കണം. അവൾക്ക് മനസ്സമാധാനം കൊടുക്കേണ്ട സമയമല്ലേ ഇത്? ഭർത്താവിനേക്കാളും അമ്മായിമ്മയുടെ പരിചരണം വേണ്ട സമയമാണിത്. നീ ഞാനെ നന്നായി നോക്കുന്നില്ലേ? എന്നാലും ഭർത്താവ് അടുത്ത് വേണ്ട സമയമല്ലേ ഇത്? ഇവിടെ ഇപ്പൊ നയനെ ആശുപത്രി കൊണ്ടുപോകാനും ശുശ്രൂഷിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. അതുകൊണ്ട് ആദർശ് പോയതുകൊണ്ട് മോളുടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ആദർശ് ഈ വീട്ടിൽ നിന്ന് പോകുന്നതോടെ ഈ വീടൊരു മരണ വീടാവില്ലേ? എന്നും എന്റെ മരുമോള് കരഞ്ഞുകൊണ്ട് ഒരു മൂലയ്ക്കിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. ആദർശ് പോയി കഴിഞ്ഞാൽ മോള് കൃത്യസമയത്ത് ആഹാരം കൂടി കഴിക്കില്ല. എന്നാ പിന്നെ നിന്റെ മോനോട് പോണ്ടാന്ന് നിനക്ക് പറഞ്ഞൂടെ? അച്ഛൻ ഞാനും നയനമോളൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി. അത് കേൾക്കാത്തതുകൊണ്ടല്ലേ ഞാനിപ്പോ അച്ഛന്റെ അടുത്തേക്ക് വന്നത്. മുതിർന്ന മക്കൾ എടുക്കുന്ന ഒരു തീരുമാനവും മാറ്റാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഇതുവരെ ഇവിടെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ആരാ? അച്ഛന്റെ നിർദ്ദേശങ്ങളോ ആജ്ഞകളോ അനുസരിച്ചല്ലേ എല്ലാവരും നിന്നിട്ടുള്ളത്. ഇതാദ്യമായിട്ടാ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മാറ്റം. അതെ, ആദ്യമായിട്ട് തന്നെയാണ് ജ്വല്ലറി ഇത്രയും തകർച്ചയിലേക്ക് പോകുന്നത്. നമ്മുടെ ഈ നഗരത്തില് നമ്മൾ രണ്ടാമത് പോകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ രണ്ടാമത് പോയില്ലല്ലോ. പോകും, ഉടനെ കുപ്പൂത്തും. ഒരു 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സാമ്പത്തികം ഇപ്പൊ നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ബിസിനസ് നശിച്ചു പോട്ടെ എന്നല്ലേ? എനിക്കൊരു ഒറ്റ തീരുമാനമേ ഉള്ളൂ. ആ തീരുമാനത്തിൽ നിന്ന് തൽക്കാലം മാറാൻ എനിക്ക് ഉദ്ദേശമില്ല. ആദർശ് എന്ത് തീരുമാനം എടുത്താലും അത് ഞാൻ അനുകൂലിക്കുമെന്നല്ലാതെ അവനോട് നോ എന്ന രക്ഷണം ഞാൻ പറയില്ല. അങ്ങനെ ആരും കരുതിയും വേണ്ട. അച്ഛാ മതി, കൂടുതൽ സംസാരമൊന്നും വേണ്ട. അമ്മേ ഞാൻ ഇറങ്ങാം. എന്തിനാ മോനെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്? എന്തിനാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ. എനിക്കിനി മുത്തച്ഛനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അഭിയെ പോലെ നാണം കെട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. അച്ഛൻ നിന്നോട് വീട് വിട്ടു പോകാൻ പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ പറയണോ? ഇനിയിപ്പോ ഞാൻ പോകുന്നത് മുത്തച്ഛൻ തടഞ്ഞാലും എന്റെ തീരുമാനം മാറില്ല. മൂർത്തി ജ്വല്ലറിയുടെ MD എന്നോടാണോ ആർക്കെങ്കിലും ശത്രുതയെന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിലും ജ്വല്ലറിയിലും തുടർന്ന് അവര് നമ്മളെ വീണ്ടും തകർക്കാൻ ശ്രമിക്കും. ഞാൻ ഒറ്റപ്പെടട്ടെ. അങ്ങനെയുള്ളപ്പോ അവരെന്നെ ആക്രമിക്കട്ടെ. അതിനെ മോളെ കരുതി മാത്രം ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ നീ ഇല്ലാത്തടത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല മോനെ. അമ്മേ, നയനയ്ക്ക് വേണ്ടി അമ്മ പിടിച്ചു നിൽക്കണം. ഞാൻ മടങ്ങി വരും. പക്ഷെ ആ വരവ് പഴയ ആദർശമായിട്ടായിരിക്കും. അല്ലാതെ പരാജയഭാരം പേടിയുള്ള വരവായിരിക്കത്തില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതല്ലോ മോനെ. ചന്തമോളെ ഏറ്റെടുത്തതുകൊണ്ട് നീ അഭിയുടെയും നവ്യയുടെയും ജീവിതം രക്ഷിക്കാനല്ലേ നോക്കിയത്? അങ്ങനെയുള്ള നിനക്കെന്താ ഈ ഗതി വന്നത്? മനസ്സിൽ നന്മയുള്ളവരെയും ദൈവഭയമുള്ളവരെയോ ദൈവം കൂടുതൽ പരീക്ഷിക്കുന്നത്. ദൈവത്തിന് പ്രിയപ്പെട്ടവർക്ക് പലപ്പോഴും കൂടുതൽ കരയേണ്ടി വരുന്നത്. അവര് ദൈവങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി പല ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? എന്റെ തലയിൽ ഒരു കിരീടം മുത്തച്ഛൻ എടുത്തു വെച്ചെന്ന ആ ദിവസത്തെ പറ്റി. അച്ഛനും ഇളയച്ഛനും എല്ലാരും നിൽക്കുമ്പോഴ് നിങ്ങളെക്കാളും മൂർത്തി ജ്വല്ലറി ഭരിക്കാൻ ഞാനാണ് യോഗ്യനെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി മുത്തച്ഛനിരുന്ന ആ കസേരയിൽ നിന്ന് മാറി തന്നത്. ഇന്ന് ആ കസേരയിൽ ഇരിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയുന്നത് മുത്തച്ഛൻ തന്നെയാ. അതിന് നീ ജോലി രാജിവെച്ചല്ലോ മോനെ. അതിന് ഞങ്ങളാരും എതിർത്തില്ലല്ലോ. അച്ഛനും ഇളയച്ഛനും പോലും മുത്തച്ഛന്റെ തീരുമാനം ശരിയാണെന്നല്ലേ പറഞ്ഞത്. അവരാരും നീ വീട് വിട്ടു പോകുന്നതിനെ അനുകൂലിക്കുന്നില്ല. അമ്മേ, അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ശരി, എന്റെ മനസ്സിൽ ചില തീരുമാനങ്ങളുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ. അത് നടന്നേ തീരൂ. അമ്മ കരയരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നറിയാം. എനിക്കിനി വിശ്രമമില്ലാത്ത ദിവസങ്ങൾ അമ്മേ. മുത്തച്ഛൻ ഒരുക്കി തന്ന സൗകര്യങ്ങളുടെ നടുവിലേക്ക് ഞാൻ ചെന്നത്. ഒരിക്കലും ഒരു സ്ട്രഗ്ലിംഗും ഉണ്ടായിട്ടില്ല. എനിക്ക് പട്ടുമെത്ത വിരിച്ചിട്ട് മുത്തച്ഛൻ കയറിയിരിക്കാൻ പറഞ്ഞത്. എന്നാ ഇന്ന് എന്റെ അവസ്ഥ അതല്ല. ഇവിടെ ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാൻ പോയിന്ന് കരുതി മുത്തച്ഛനാരും കുറ്റപ്പെടുത്തരുത്. മുത്തച്ഛന്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ട്. അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. പോയിട്ട് വരാമേ. എത്ര പെട്ടെന്നാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആദർശിന്റെ MD സ്ഥാനം പോകുന്നു, അവൻ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നു. ആരെങ്കിലും വിചാരിച്ചായിരുന്നോ? എടാ, എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലമാടാ. അത്രത്തോളം വെന്തുരുകിയ കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ കഴിയുന്നത്. വരുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടിനും സന്തോഷമായോ? കൂടുതലൊന്നും സന്തോഷിക്കണ്ട കേട്ടോ. നിന്റെ മോൻ കമ്പനിയിൽ നിന്ന് പുറത്തായതിനു പകരം എന്റെ മോന് ശിക്ഷ കിട്ടിയെന്ന് നീ കരുതുന്നുണ്ടോ? അയ്യോ, അങ്ങനൊന്നും ഇല്ല ഏട്ടത്തി. ഞങ്ങള് എന്നാലും ആദർശം ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുമായിരുന്നു. ഒരു കാര്യം നീ ഇവനൊക്കെ ഓർത്തു വെച്ചോ. നിന്റെ മകനാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ നവ്യ അറിയാത്ത രഹസ്യമുണ്ടല്ലോ, ഉറപ്പായിട്ട് അവളത് അറിഞ്ഞിരിക്കും. അറിയിക്കും ഞാനത്. അല്ലെങ്കിൽ തന്നെ എന്റെ പരിധി വിട്ടു നിൽക്കുക ജഡ്ജെ. അമ്മായി, ഞാൻ ഇതിനകത്ത് പ്രതിയാണെങ്കിൽ അമ്മായി എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളിലൊന്നും എനിക്കൊരു പങ്കുമില്ല. ആദർശ് ദുബായി പോയ സമയത്ത് അവൻ അവിടെ ജയിലിലാവുന്ന നീയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. നിന്റെയൊക്കെ സംസാരത്തിന് ഞാനത് മനസ്സിലാക്കിയിരുന്നു. ആദർശ് അതുകൊണ്ടാ ഇവിടെ വന്ന് മറിഞ്ഞിരുന്നത്. അങ്ങനെ അവൻ മറിഞ്ഞിരുന്നപ്പോ
നിന്റെയൊക്കെ പല സംഭാഷണങ്ങളും അവൻ കേട്ടിരുന്നു. ആദർശിന്റെ മുത്തച്ഛൻ പറയുന്നുണ്ട് ഏതോ ഒരു ശത്രു ഈ കുടുംബത്തിനും മൂർത്തി ജ്വല്ലറിക്കും ഉണ്ടെന്ന്, അതിലുപരി ആദർശനും ഉണ്ടെന്ന്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിനക്ക് അയാളെ എന്തായാലും അറിയാൻ പറ്റും. അതുപോലെ തന്നെ മൂർത്തി ജ്വല്ലറിയുടെ എല്ലാ രഹസ്യങ്ങളും എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്നത് നീയാണെന്നും ഇവിടെ പലർക്കും സംശയമുണ്ട്. അമ്മായി പറയുന്നതൊക്കെ ഊഹങ്ങളാണെന്ന് ഞാൻ പറഞ്ഞ അമ്മായി സമ്മതിക്കോ? ഒരിക്കലും ഒരാൾ മോഷണം നടത്തിയാൽ അയാൾ എന്നും കള്ളന അമ്മായി. അയാൾ എത്ര സത്യസന്ധനായാലും പിന്നെ അയാൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതാണിപ്പോ എന്റെ അവസ്ഥ. എന്തായാലും എപ്പോഴായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. അന്ന് അതിൽ നിന്റെ പേരുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിന്ന് പേര് വെട്ടാൻ പോകുന്നത് നിന്റെ തന്നെയായിരിക്കും. ആദർശിന്റെ ഈ പരാജയം താൽക്കാലികമായിട്ടാ. എന്നാ നീ ഈ വീട്ടിൽ നിന്ന് വെളിയിലായ പിന്നീട് ഒരിക്കലും നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. എടാ മോളെ, അവസാനം നീ എന്നെ കൂടി ഇവിടുന്ന് വെളിയിലാക്കൂ. അങ്ങനെ നമ്മൾ വെളിയിലാവുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ അനന്തപുരി തറവാടിന്റെ അസ്ഥിവാരം നമ്മൾ തോണ്ടിയിട്ട് പുറത്തു പോകും. വലിയൊരു പരാജയം വന്നപ്പോ MD സ്ഥാനം രാജിവെച്ചൊന്ന് മനസ്സിലാക്കാം. അതിന് വീട് വിട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നേ. ആദർശ് ഏട്ടനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ലമ്മേ. ആത്മാഭിമാനത്തിന് ക്ഷണം പറ്റിക്കഴിഞ്ഞാ ആരായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും. മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളാ ആദർശ് ഏട്ടന് വേദനയായത്. എന്നാലും നന്ദൂട്ടാ, നയനമുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പോയാ അത് കുഞ്ഞിനെ ബാധിക്കില്ലേ മോളെ? എനിക്കറിയാവുന്ന ആദർശ് ഏട്ടന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലേ അതിന് പിന്നിൽ ശക്തമായ ഒരു കാരണം കാണും. ആദർശ് ഏട്ടനെ നേരിൽ കണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നയനേച്ചിയെ വിളിക്കണം. ഇപ്പൊ ചേച്ചി വലിയ സങ്കടത്തിലായതുകൊണ്ട് എല്ലാം ഒന്ന് ശാന്തമായിട്ടേ ചേച്ചിയെ വിളിക്കാൻ പറ്റൂ. ഞാൻ മോളെ വിളിച്ചപ്പോ ഒരേ കരച്ചിലായിരുന്നു. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഒരു ദിവസം കൂടി ഞാനിവിടെ നിൽക്കേണ്ടതായിരുന്നു. ഛേ, പെട്ടെന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു. അവസാന നിമിഷം ആദർശിനെ പിന്തിരിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുമായിരിക്കും. ചിലപ്പോ മൂർത്തി സാറിനെ പറയുമായിരിക്കും പോകരുതെന്ന്. പറഞ്ഞാലോ ആദർശത്തെ പോവച്ചാ. അതുപോലെ ഉറച്ചൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ കമ്പനി ആര് നോക്കും മോളെ? MD സ്ഥാനം ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? അതാ അനിയെ ഏൽപ്പിച്ചിട്ട് പോകുന്നാ പറഞ്ഞത്. എനിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ ഗോവിന്ദേട്ടാ? അവനവിടെ ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞ. നവീനേട്ടൻ നേരത്തെ വിളിച്ചായിരുന്നല്ലോ. അപ്പൊ പറഞ്ഞു അനി ഏതോ ടൂറിലാണെന്ന്. പിന്നെ അനിയാണ് MD സ്ഥാനം ഏൽപ്പിക്കുന്നെങ്കിലേ കുറച്ചു കഴിയുമ്പോ അവനത് ആദർശേട്ടനെ കൈമാറിക്കോളൂ. ഒരിക്കലും ആദർശേട്ടന്റെ കസേരയിൽ ഇരിക്കാൻ അനി ആഗ്രഹിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മൂർത്തി സാർ ആദർശിനെ വിമർശിച്ചതൊക്കെ സ്നേഹക്കുറവുകൊണ്ടല്ല, കൂടുതലുകൊണ്ടാ. തറവാട്ടിലെ കാരണവർ കുറ്റപ്പെടുത്തുമ്പോ അതൊരു വിഷമമായിട്ട് കരുതിയിട്ട് ബാക്കി എല്ലാരെയും വിഷമിപ്പിക്കുന്ന തീരുമാനം എടുക്കേണ്ട കാര്യം എന്താ? ആദർശില്ലാത്ത വീട്ടിലെ വലിയ സങ്കടത്തോടെ ആയിരിക്കും നയനമോള് നിൽക്കുന്നത്. ഗോവിന്ദേട്ടാ, കുറച്ചു ദിവസം നയനമോളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയാലോ? അതിനി പറ്റുമെന്ന് തോന്നുന്നില്ല. ആദർശ് പോകുന്നത് നയനെ പോലെ തന്നെ വിഷമമായിരിക്കും ആദർശിന്റെ അമ്മയ്ക്ക്. പിന്നെ അമ്മയാൻ പോകുന്ന നയനമോൾ അവിടെ ഉള്ളതാണ് അവരുടെ ഏക ആശ്വാസം. അതിനിടയിൽ നമ്മൾ നയനമോളെ ക്ഷണിക്കുന്നത് മോശമല്ലേ കനകെ? വിളിച്ചാലും ആദർശേട്ടന്റെ അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് ചേച്ചി ഇങ്ങോട്ട് വരത്തൊന്നുമില്ല. എന്തായാലും ആദർശേട്ടൻ വീട് വിട്ടു പോകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ആദർശേട്ടനെ സഹായിച്ചേ പറ്റൂ. ആരാണ് ഇങ്ങനെ പിന്നാലെ നടന്ന് ആ മനുഷ്യനെ ശല്യം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ആരും ശല്യം ചെയ്തില്ല മോളെ. ആ ഡീല് നടക്കുന്ന സ്ഥലത്തേക്ക് ആദർശ് കൃത്യസമയത്ത് പോവാത്തോണ്ടല്ലേ അത് മൂർത്തീസ് ജ്വല്ലറിക്ക് നഷ്ടപ്പെട്ടത്. ആദർശേട്ടൻ 10-11 മണി വരെ കിടന്ന് ഉറങ്ങുമോ അച്ഛാ? ഇങ്ങനൊരു കാര്യം നടക്കുമ്പോ അതിന് ആദർശേട്ടനെ കൊണ്ട് പറ്റുമോ? അലാം അടിച്ചത് പോലും കേട്ടിട്ടില്ല. ചേച്ചി ആദർശേട്ടന്റെ അമ്മയെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് മൊബൈലിൽ റിങ് ചെയ്യുന്ന പോലും കേട്ടിട്ടില്ല. കുടിച്ച് ജ്യൂസിനകത്ത് എന്തോ കലർത്തിക്കാണോന്നല്ലേ ആദർശം പറഞ്ഞത്? അങ്ങനെ കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചതിയല്ലേ അമ്മ? ദുബായിൽ വെച്ച് ജയിലിൽ കിടത്താൻ നോക്കി. ഇപ്പതേ ഉറക്കി കിടത്തി. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ആദർശേട്ടനെയും അനന്തപുരി തറവാടിനെയും തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലേ അയാളെ കണ്ടെത്തണ്ടേ? ഇനി ആദർശ് പുറത്തു പോകുന്ന അതിനാണെങ്കിലോ? അതിനങ്ങനെ വഴിയുള്ളൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആദർശേട്ടനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന്. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ദേ, ഇതുപോലെ വലിയൊരു വീട് അച്ഛന്റെ അമ്മയുടെ പേരിലാക്കി തന്നത് ആദർശേട്ടനാ. നമ്മുടെ സുഖവും സന്തോഷവും മാത്രം മുന്നിൽ കണ്ട് നടക്കുന്ന ഒരാളെ ഒരാപത്തിപ്പെടുമ്പോ നമ്മൾ കൂടെ നിൽക്കണ്ടേ, സഹായിക്കണ്ടേ? എല്ലാവരും വന്ന് കാല് പിടിച്ചു പറഞ്ഞു. ദേവയാനി പ്രത്യേകിച്ചും പോകാതെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന്. എന്നിട്ട് കേട്ടില്ല. എങ്ങനെ ഇതിനൊക്കെ തോന്നുന്നു? അവനോട് വീട് വിട്ടു പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പോകാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ പോകണമെന്ന രീതിയിലാണല്ലോ അവിടുന്ന് സംസാരിച്ചത്. ഇദ്ദേഹത്തിന് ഒരു കുറ്റബോധം തോന്നില്ലേ? മുത്തശ്ശി, ഞാൻ ഇറങ്ങുക. നിനക്ക് പോകാതിരുന്നൂടെ മോനെ? ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു മുത്തശ്ശി. ഇനി അത് മാറ്റാനാവില്ല. ഞാൻ മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങാൻ വന്നത്. ഒന്ന് അനുഗ്രഹിച്ചൂടെ എന്റെ കുഞ്ഞിനെ? ഈ സമയത്തെങ്കിലും ഇവനോട് പോകരുതെന്ന് പറഞ്ഞൂടെ? കഴിവും പ്രാപ്തിയുമുള്ളവരാണ്, പ്രായവും പക്വതയും എത്തിയവരാണ്. അങ്ങനെയുള്ളപ്പോ എന്റെ മക്കളായാലും കൊച്ചുമക്കളായാലും അവരെടുക്കുന്ന തീരുമാനത്തിനെ ഞാൻ എതിർക്കില്ല. MD സ്ഥാനം ഇവൻ രാജിവെച്ചു. അത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേനെ ആ സ്ഥാനം ഒഴിയാൻ. എന്ന് വെച്ച് വീട് വിട്ടു പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവൻ സ്വയം എടുത്ത തീരുമാനമാണ്. അങ്ങനെ പുറത്തു പോകണമെന്നുള്ള രീതിയിലല്ലേ ഇദ്ദേഹം ഓരോന്നും സംസാരിച്ചത്? ഞാൻ MD ആയിരിക്കുമ്പോ ഇവനെ പോലെ തലതാഴ്ത്തി വന്ന് നിന്നാൽ എന്റെ കാരണന്മാർ പറയുന്നത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പറയാനുള്ളതെല്ലാം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇവൻ സ്വയം എടുത്ത തീരുമാനമാണ് ഈ വീട് വിട്ടു പോകാമെന്നുള്ളത്. അതിനെ ഞാൻ എന്തിനാണ് എതിർക്കുന്നത്? മോനെ, നീ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ പോകുന്നത്. ഇവന് ശ്വാസം മുട്ടലൊക്കെ ഉള്ളത്. രാത്രിയിൽ അങ്ങനെ എന്തെങ്കിലും വന്നാ ആരുണ്ട് നോക്ക്? താൻ ഇങ്ങനെ ചീപ്പാവില്ല വസന്തരെ. ഇവൻ വീട് വിട്ടു പോയെന്ന് കരുതി ഇവൻ ട്രസ്റ്റിന്റെ അംഗമല്ലാതാവുന്നില്ല. ഇവൻ എന്താ വേണ്ടെന്ന് വെച്ചാ ഇവന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. അതുപോലെ ഇനി ഒരാളെ സഹായത്തിന് വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കാം. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുമുള്ളവനാണ് ഇതുവരെ മൂർത്തീസ് ഗ്രൂപ്പിന്റെ MD ആയിരുന്ന നമ്മുടെ കൊച്ചുമോൻ. ഒന്നും വേണ്ട മുത്തശ്ശ. ഞാൻ പുറത്തു പോകുന്നത് വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ട്. ഒരിക്കലും മുത്തശ്ശൻ എന്നെ ശപിക്കരുത്. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അനുഗ്രഹം എന്നും എനിക്കുണ്ടാവണം.